അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ജമാഅത്ത് സുന്നത്തുള്ള ധാരാളം നിസ്കാരങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത് രണ്ട് പെരുന്നാളിൻ്റെയും സുന്നത്ത് നിസ്കാരമാണ്. അഥവാ ബലിപെരുന്നാളിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും സുന്നത്ത് നിസ്കാരമാണ് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് 2 റക്അത്ത് നിസ്കാരം. വുളൂഇൻ്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം പോലെ ഒരു 2 റക്അത്ത് നിസ്കാരമാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ഇതിൻ്റെ പരിപൂർണമായ രൂപം എന്ന് പറയുന്നത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ദുആഉൽ ഇഫ്തിതാഹ് അഥവാ വജ്ഹത്തു ഓതി ഫാത്തിഹയുടെ അഊദു തുടങ്ങുന്നതിന് മുൻപായി ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും നിർവഹിക്കുക. ഒന്നാമത്തെ റക്അത്തിലാകുമ്പോൾ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ഹത്തു ഓതിയതിൻ്റെ ശേഷം ഫാത്തിഹയുടെ അഊദു തുടങ്ങുന്നതിൻ്റെ ഇടയിലായിക്കൊണ്ട് 7 തക്ബീറുകൾ കൊണ്ടുവരിക. രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ നൃത്തത്തിലേക്ക് എത്തി ഫാത്തിഹ തുടങ്ങുന്നതിന് മുൻപ് 5 തക്ബീർ. ഇതാണ് ഈ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം. ഇനി ഓരോ തക്ബീറിൻ്റെയും ഇടയിൽ ചെല്ലേണ്ട ദിക്ർ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്റാണ്. ഈ ഓരോ ഒന്നാമത്തെ റക്അത്തിലാണെങ്കിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിലാണെങ്കിൽ 5 തക്ബീറും. ഈ തക്ബീറുകൾക്ക് ഇടയിൽ ചെല്ലേണ്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ. ഇത് നിർവഹിച്ചതിന് ശേഷം ഒന്നാമത്തെ റക്അത്തിലാണെങ്കിൽ ഒന്നെങ്കിൽ ഖാഫ് സൂറത്ത് അല്ലെങ്കിൽ സബ്ബിഹിസ്മ സൂറത്താണ് നിർവഹിക്കേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്തറബ സൂറത്തോ അല്ലെങ്കിൽ ഹൽ അത്താക സൂറത്തോ ആണ് നിർവഹിക്കേണ്ടത്. ഇങ്ങനെ നിർവഹിച്ചുകൊണ്ട് സലാം വീട്ടുമ്പോഴാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ നമ്മൾ 7ഉം 5ഉം തക്ബീർ ചൊല്ലണമെന്ന് പറഞ്ഞു. ഓരോ തക്ബീറുകളും 2 കൈയും നമ്മൾ ചുമലിന് നേരെ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ തക്ബീർ നിർവഹിക്കാൻ. എപ്പോഴാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം? പെരുന്നാൾ ദിവസത്തെ സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ ഉച്ചിയിലെത്തുന്നത് വരെ അഥവാ ളുഹറിൻ്റെ സമയം ആകുന്നത് വരെയാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് നമ്മൾ ളുഹയുടെ സമയം നമ്മൾ കണക്കാക്കാറുണ്ട്. അഥവാ ഒരു കുന്തത്തിൻ്റെ വലിപ്പം അതിനോളമാകുന്നത് വരെ ഒരു സമയം നമ്മൾ പറയാറുണ്ട്. ആ സമയമാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരാൾ പെരുന്നാൾ ദിവസത്തിൻ്റെ അഥവാ പെരുന്നാൾ ദിവസത്തിൻ്റെ ചന്ദ്രനെ അറിയുന്നത് അന്നത്തെ ദിവസം മഗ്രിബ് ആയപ്പോഴാണ് അറിയുന്നത്. ഇന്നലെ രാത്രി തന്നെ അഥവാ ഇന്നലെ മഗ്രിബിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ചന്ദ്രക്കല കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള അറിവ് ലഭിക്കുന്നത് ഇന്ന് മഗ്രിബിന് ശേഷമാണ് എങ്കിൽ നമ്മൾ നാളെയാണ് ആ പെരുന്നാൾ അതാ ആയിക്കൊണ്ട് തന്നെ നിർവഹിക്കേണ്ടത്. കാരണം നേരത്തെ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടില്ല. വിവരം കിട്ടാത്ത സാഹചര്യത്തിൽ എപ്പോഴാണോ വിവരം കിട്ടുന്നത് അത് മുതലാണ് നമ്മൾ പെരുന്നാളിൻ്റെ സമയത്തെ കണക്കാക്കുന്നത്. ബലിപെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരമാണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് നിർവഹിക്കണം എന്നാണ്. കാരണം ഉളുഹിയ്യത്ത് അഥവാ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബലിപെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്, മൃഗത്തെ ബലി നൽകൽ. അതിനു സമയം ഒരുപാട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബലിപെരുന്നാളിൻ്റെ ദിവസം നിസ്കാരം നേരത്തെയാക്കുകയും അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ അതിനെ സമയം അല്പം വൈകിപ്പിക്കുകയും ചെയ്യണം. അതെന്തിനാണ് ചെറിയ പെരുന്നാളിൻ്റെ നിസ്കാരത്തെ സമയം വൈകിപ്പിക്കുന്നത്? കാരണം നമുക്ക് പെരുന്നാളിൻ്റെ ചന്ദ്രക്കല കണ്ടു കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണല്ലോ.
അപ്പോൾ ആ ഫിത്ർ സക്കാത്തിൻ്റെ സമയം കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ നിസ്കാരത്തെ അല്പം വൈകിപ്പിക്കുകയും ബലിപെരുന്നാളിൻ്റെ ദിവസത്തെ നിസ്കാരത്തെ നേരത്തെയാക്കുകയും അത് പ്രത്യേകം സുന്നത്തുള്ളതാണ്. അതുപോലെ തന്നെ 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ സാധാരണ ജുമുഅയുടെ ഖുതുബ നിർവഹിക്കുന്നത് പോലെ 2 ഖുതുബ നിർവഹിക്കലും സുന്നത്താണ്. ജുമുഅയുടെ ഖുതുബ എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ മുൻപാണ്, പക്ഷേ പെരുന്നാളിൻ്റെ ഖുതുബ നിസ്കാരത്തിൻ്റെ ശേഷമാണ്. മാത്രവുമല്ല ഈ 2 ഖുതുബയും നിർവഹിക്കുന്ന സമയത്ത് ആദ്യത്തെ ഖുതുബ ആരംഭിക്കുന്ന സമയത്ത് തന്നെ 9 തക്ബീർ ചൊല്ലിക്കൊണ്ടായിരിക്കണം ഖുതുബ ആരംഭിക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ഖുതുബ ആരംഭിക്കേണ്ടത് 7 തക്ബീർ ചൊല്ലിയതിന് ശേഷവും ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിസ്കാരത്തിൻ്റെ അഥവാ ഖുതുബയുടെ ഓരോ ഫസലുകൾക്ക് അഥവാ ഒരു സ്റ്റോപ്പ് ഉണ്ടാകും. അതായത് ഇപ്പോൾ ഒരു ഫർളിൽ നിന്ന് മറ്റൊരു ഫർളിലേക്ക് കടക്കുന്ന ഓരോ ഗ്യാപ്പുകളിലും അവിടെയും തക്ബീർ കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. പെരുന്നാളിൻ്റെ ദിവസത്തിൽ എപ്പോഴാണ് നമ്മൾ തക്ബീർ ചൊല്ലേണ്ടത്, ഏത് സമയം വരെ ചൊല്ലണം എന്നുള്ളതാണ്. അഥവാ പെരുന്നാളിൻ്റെ ചന്ദ്രക്കല ദർശിക്കുന്ന മഗ്രിബ് മുതൽ പെരുന്നാളിൻ്റെ ദിവസത്തെ ഇമാമോട് കൂടി നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം വരെ, ഇനി ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ അയാൾ നിസ്കരിക്കുന്നത് വരെ, ഇനി നിസ്കരിക്കുന്നില്ല എങ്കിൽ ളുഹർ വരെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. എന്നാൽ അത് ഈ പറഞ്ഞത് നമ്മൾ ചെറിയ പെരുന്നാളിൻ്റെ ദിവസത്തിലാണ്. ഇത് തന്നെ ബലിപെരുന്നാളിൻ്റെ സമയമാണെങ്കിൽ തക്ബീർ നമ്മൾ ചൊല്ലാൻ തുടങ്ങേണ്ടത് അറഫ ദിവസത്തെ സുബഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസത്തെ അസർ വരെ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്കും ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ചെറിയ പെരുന്നാളാണെങ്കിൽ മഗ്രിബ് മുതൽ പിറ്റേന്ന് അഥവാ പെരുന്നാളിൻ്റെ ദിവസത്തെ അസർ വരെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എന്നാൽ ബലിപെരുന്നാളിൻ്റെ ബലിപെരുന്നാളാണ് എങ്കിൽ അറഫ ദിവസത്തെ സുബഹി മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസറിൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷം വരെ തക്ബീർ ചൊല്ലൽ അത് സുന്നത്തുള്ളതാണ്. അതോടൊപ്പം തന്നെ ബലിമൃഗങ്ങളായിട്ടുള്ള മൃഗങ്ങളെ കാണുന്ന സമയത്ത് ദുൽഹിജ്ജ 10 ദിവസവും അഥവാ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഉള്ള ദിവസങ്ങളിൽ ബലിമൃഗങ്ങളെ കണ്ടാലും തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളതാണ്. ബലിമൃഗങ്ങളെ കാണൽ മാത്രമല്ല, അവയുടെ ശബ്ദം കേട്ടാലും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.